നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് 1721 ഏപ്രിൽ 15 ഏപ്രിൽ 15 എന്താണ്? അതായത് ഒരു വിഷുവിൻ്റെ സമയത്താണല്ലേ. അപ്പം ഒരു വിഷുവിൻ്റെ സമയത്താണ് ഈ ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് 1721 ഏപ്രിൽ 15. അപ്പം ഇതിനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഈ ഗിഫോൾഡ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോൾഡ്. അപ്പം ഗിഫോൾഡ് എന്ത് ചെയ്യും? അവർക്ക് അനുകൂലമായിട്ടുള്ള പല തീരുമാനങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനമായിട്ട് പോകും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൈക്കൂലി കൊടുക്കുന്ന മാതിരി തന്നെ. അപ്പോൾ എന്താണ്, അങ്ങനെ അതൊന്നും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. അവിടുത്തെ നാട്ടുകാർക്കും അവിടുത്തെ മാടമ്പിമാർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ഗിഫോൾഡ് ഇങ്ങനെ സമ്മാനം ആറ്റിങ്ങൽ റാണിക്ക് കൊടുക്കാൻ പോകുന്ന ഒരു സമയത്ത് അങ്ങനെ 1721 ഏപ്രിൽ 15 രാത്രി ഈ നാട്ടുകാരും മാടമ്പിമാരൊക്കെ വന്നിട്ട് ഇവരെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആക്രമിച്ചിട്ട് 140ഓളം ബ്രിട്ടീഷ് പട്ടാളക്കാരെ ഇങ്ങനെ അവർ കൊന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് കൊന്നിട്ട് കലാപകാരികൾ ഏഞ്ചലോ കോട്ട പിടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഏത് കോട്ടയാണ് പിടിച്ചെടുക്കുന്നത്? ഏഞ്ചലോ കോട്ട പിടിച്ചെടുക്കും. അപ്പം ഈ ഒരു സംഘടനത്തിൽ ഗിഫോൾഡ് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുഴ ചോദിക്കുകയാണെങ്കിൽ അത് വാമനപുരം പുഴ അഥവാ കൊല്ലും പുഴ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ആറ്റിങ്ങൽ കലാപത്തിൻ്റെ എഫക്റ്റ് ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഏഞ്ചലോ കോട്ട പിടിച്ചെടുത്തു, അതുപോലെ തന്നെ അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുത്തു. ശേഷം 6 മാസത്തെ ഉപരോധത്തിന് ശേഷമാണ് എന്ത്, ഗുണ്ണർ ഇൻസ് ആ കോട്ട തിരിച്ചെടുക്കുന്നത്. നമ്മൾ ഗുണ്ണർ ഇൻസ് എന്ത് ചെയ്യും? കോട്ട പ്രതിരോധിച്ചിട്ട് തിരിച്ചെടുക്കുന്നുണ്ട്. ഇനി കലാപം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് എവിടെ നിന്നാണ് സൈന്യം വന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തലശ്ശേരിയിൽ നിന്നാണ് സൈന്യം വന്നിട്ടുള്ളത്. ആറ്റിങ്ങലിൽ കലാപം നടക്കുമ്പോഴുള്ള വേണാടിലെ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ആദിത്യവർമ്മയാണ്. ശേഷം ആറ്റിങ്ങൽ കലാപം അങ്ങനെ ബ്രിട്ടീഷുകാർ ജയിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കലാപത്തിൻ്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏതെന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപം. ഈ ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാരുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെടുന്നുണ്ട്. ആ ഉടമ്പടിയുടെ കണ്ടീഷനാണ് യുദ്ധത്തിലെ നഷ്ടമൊക്കെ നികത്താം, അതുപോലെ തന്നെ ഇഷ്ടമുള്ളിടത്ത് വ്യാപാര കേന്ദ്രം തുടങ്ങാം, പിന്നെ കുരുമുളകിന് വ്യാപാര കുത്തകയും കൊടുത്തു. ശേഷം ഈ ഒരു ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം നടന്നിട്ടുള്ള ഒരു ഉടമ്പടിയാണ്, നമുക്ക് വേണേൽ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി എന്ന് പറയാം. ആ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി. അത് 1723 എന്നാണ്. 1723 ആ ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പം ഇത് ഒപ്പുവെക്കുന്നത് നമ്മുടെ അലക്സാണ്ടർ ഓം, ബ്രിട്ടീഷിൻ്റെ ഭാഗത്തുനിന്ന് അലക്സാണ്ടർ ഓമും നമ്മുടെ വേണാടിൻ്റെ ഭാഗത്ത് നിന്ന് മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ വിശേഷണം നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് പറഞ്ഞിട്ടാണ് ഒപ്പുവെക്കുന്നത്. അപ്പം ഇതിൽ വേണാടിൻ്റെ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് രാമവർമ്മയാണ്. അപ്പോൾ രാമവർമ്മയല്ല പക്ഷെ ഒപ്പിടുന്നത്, മാർത്താണ്ഡവർമ്മയാണ് ഒപ്പിടുന്നത്. അപ്പം ഇതിൻ്റെ വ്യവസ്ഥകൾ തിരുവിതാംകൂറിൻ്റെ ചെലവിൽ കുളച്ചിലിൽ ഒരു കോട്ട പണിത് കൊടുക്കാം ബ്രിട്ടീഷുകാർക്ക് എന്ന് പറയുന്നുണ്ട്. പിന്നെ 1726 ആകുന്ന കാലത്തിൽ ഇടവയിൽ ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫാക്ടറി നിർമ്മിക്കാൻ സ്ഥലം കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ആറ്റിങ്ങൽ കലാപത്തിൽ പഠിക്കുന്നത്.